കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നു. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അതായത് ഉള്ളിൽ പ്രതീക്ഷയില്ലെങ്കിലും പുറമെ പ്രതീക്ഷ കാണിക്കണം. അതാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ അവരവർക്ക് വേണ്ടുന്നതും പിടിക്കുന്നതുമായ അവരാഗ്രഹിക്കുന്ന സീറ്റുകൾ അങ്ങ് പറയുകയാണ്. ആദ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 100 സീറ്റ് UDFന് കിട്ടുമെന്ന് വയനാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചു. ഒരുപാട് മണ്ഡലങ്ങളും അദ്ദേഹം അതിൻ്റെ പറഞ്ഞു. പണി തുടങ്ങാനും പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് BJP ആണെങ്കിൽ കഴിഞ്ഞ തവണയെ ഒരു 30-35 സീറ്റ് ഞങ്ങൾ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ഭരിക്കാമെന്നൊക്കെ സുരേന്ദ്രൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തവണയും അത് തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാം കൂടി അപ്പോൾ തന്നെ കേരളത്തിൻ്റെ 140 സീറ്റുകളായി. അതൊക്കെ കഴിഞ്ഞാണ് പെട്ടെന്ന് വന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് 110 സീറ്റാണ് LDFൻ്റെ സീറ്റ് ഇത്തവണത്തെ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു തമാശയായി എടുക്കണോ അല്ല ഇത് കാര്യമാണോ പിണറായി വിജയനും ഈ പാർട്ടിക്കാരൊക്കെ പറയുന്നത്? ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു സേനാനായകൻ 2 കാര്യങ്ങൾ ചെയ്യല. ഒന്ന്, നമ്മൾ ദുർബലരാണെന്ന് നമുക്ക് മറ്റൊരു തോൽപ്പിക്കാൻ പറ്റിയില്ലെന്ന് പറയുകയില്ല. പിന്നെ രണ്ടാമത്, എതിരാളിയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കറക്റ്റ് ഒരിക്കലും താഴെയുള്ളതിനോട് പറയില്ല. അവർ പൊളിഞ്ഞു നിൽക്കുകയാണെന്നേ പറയുള്ളൂ. അത് പറഞ്ഞെങ്കിൽ മാത്രമേ കൂടെയുള്ള പട്ടാളക്കാരന് ആത്മവിശ്വാസം കിട്ടുള്ളൂ. അതുപോലെ തന്നെ പിണറായി വിജയൻ ഇന്നൊരു കാര്യം ബോധ്യമായിട്ടുണ്ട്. കേരളത്തിൽ ആരേക്കാളും ബോധ്യമായിട്ടില്ല തൻ്റെ കാലം അല്ലെ തൻ്റെ പാർട്ടിയുടെ കാലം കേരളത്തിൽ കഴിഞ്ഞു എന്ന് നമ്മളെക്കാൾ ആരേക്കാളും നന്നായിട്ട് അറിയാവുന്നയാൾ മനസ്സിലാക്കിയ ആൾ പിണറായി വിജയനാണ്. പക്ഷേ ഇനിയുള്ള 6 മാസം അല്ലെ ഇനിയുള്ള 2 മാസം അല്ലെ 100 ദിവസം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇനിയും കാര്യമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ, ഇനി മറ്റ് അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെ ദേവസ്വം ബോർഡ് സ്ഥാപിച്ച് വല്ലതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, സമ്പാദിക്കണമെങ്കിൽ, ഒരു അധികാരത്തിൽ നിന്ന് പോകാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ ആരും കേൾക്കാൻ കാണിയില്ല. മറിച്ച് അധികാരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രി. ആ വേഷം കെട്ടാനാണ് ഈ 110 സീറ്റ്. ഈ ഒരു രഹസ്യ റിപ്പോർട്ട്, അതായത് സർക്കാരാണല്ലോ, സർക്കാരിന് ഒരുപാട് രഹസ്യ റിപ്പോർട്ടുകൾ കിട്ടുന്ന ഇൻ്റലിജൻസ് വരെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുപ്രകാരം മുഖ്യമന്ത്രിക്ക് വാർത്തകൾ പ്രകാരം നമ്മൾക്ക് കിട്ടിയ വിവരം 41 സീറ്റുകൾ LDF തോൽക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ബാക്കി 55ആണുള്ളത്. ഇപ്പോൾ 96ലേക്ക് എത്തി നിൽക്കുന്നു. ആൻ്റണി രാജുവും കൂടി പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് 95 ഈ എത്തി നിൽക്കുമ്പോൾ 55 സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ, ചെറിയ രീതിയിലെങ്കിലും. ബാക്കിയുള്ളവർ തോൽക്കുമെന്ന് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ 55 പോരല്ലോ. ഇവർ പറഞ്ഞ 110ലേക്ക് എത്തണമെങ്കിൽ പിന്നെയും 55 വേണം. അപ്പോൾ എന്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ വെറും കണ്ണിൽ പൊടിയിടുന്ന, അതായത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് പറയുന്നത് 110 സീറ്റ് എന്നുള്ളതും. അതായത് തോൽക്കുമെന്ന് LDF ഉറപ്പിക്കുന്ന സ്ഥാനാർത്ഥികളോട് മണ്ഡലത്തിൽ പോയി പണിയെടുക്കാനും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു റിപ്പോർട്ടിൽ എല്ലാവരും ജയിക്കുമോ എന്നുള്ളത് ഒന്നുകൂടി നോക്കിയില്ലെങ്കിൽ അവിടുന്ന് എടുത്തു മാറ്റാനുമാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. അത്രയ്ക്ക് ബലം പോലും ഇല്ലാത്തൊരു സമയത്താണ് 110 സീറ്റുമായി ഇപ്പോൾ പൊടുന്നവനെ പിണറായി വിജയൻ കടന്നു വരുന്നത്. സത്യത്തിൽ ഇതൊരു കണ്ണിൽ പൊടിയിടുന്നതല്ലേ? കണ്ണിൽ പൊടിയുടെ അധികാരമുള്ളവന് കുറച്ച് നാളത്തേക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഏറ്റവും സമർത്ഥമായിട്ട് ഇത് ഉപയോഗിച്ച ഒരാൾ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി തോൽവിയുടെ പക്കത്ത് നിൽക്കുമ്പോൾ ഇലക്ഷൻ്റെ വർഷം ഞാൻ മറന്നുപോയി, ഒരു പുതിയ സ്കീം കൊണ്ടു, നാട് കോഴി താറാവ് വോട്ട്. ആ പേരിട്ടത് നമ്മുടെ മാതൃഭൂമിയുടെ പി രാജനാണ്. ആടുകോഴി താറാവട്ട് IRDP എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നു. വീട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം 2-3 കോഴിയും ഒരു തയ്യൽ മെഷീനും ഇങ്ങനെ പല കാര്യങ്ങളങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് ജനം പ്രതീക്ഷിക്കാതെ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ കേരളത്തിൽ നമ്മൾ കണ്ടു കിറ്റ്, പലരും UDF നിസ്സാരമായി കണ്ടു. കിറ്റ് കൊടുക്കുന്നതിൻ്റെ പേരിലൊന്നും ജനം മാറി കൊറോണ കാലത്ത് അതുപോലെ മടുത്തിരിക്കുക മനുഷ്യൻ. അപ്പോൾ കിട്ടുന്നത് ലാഭം എന്ന് വിചാരിച്ചു. പിണറായി വിജയൻ ഇപ്പോഴും ഇനി അവസാന സ്റ്റേജിൽ എന്തെങ്കിലും ഇത്തരം ജിമ്മിക്കുകൾ പെൻഷൻ വേണമെന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കാം, പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം കൊടുക്കാം, പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച് കൊടുക്കുള്ളൂ. പാത്രം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പാത്രം മേടിച്ച് കൊടുക്കുന്ന രീതിയായി. കുക്കർ, പ്രഷർ കുക്കർ, സാരിയുടെ ഒക്കെ കാലം കഴിഞ്ഞു. പ്രഷർ കുക്കർ വീടുകളിലില്ലാതെ ഫർണിച്ചർ ഒക്കെയാണ് മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കേരളത്തിലെയും മാറ്റിയെടുക്കുക. അതിനുള്ള കേരളത്തിൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലല്ലോ. കടം മേടിക്കും, കടം മേടിച്ച് വെച്ച കാശുണ്ട്. എന്താ പ്രശ്നം? എന്താ കേരളത്തിലെ DA കുടിശ്ശിക എത്ര കൈ കിടപ്പുണ്ട് കോളേജെത്തിയവരുടെ മാത്രം? ഈ കാശൊക്കെ കയ്യിലില്ലേ? വക മാറ്റി ചെല്ലും. പിന്നെ മോഡി സഹായിക്കും. പിണറായിയെ ജയിക്കാൻ വേണ്ടി മോഡി കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കും. ഒരു കടമെടുപ്പ് സംഭവിച്ചാൽ പോരെ, ഈ പ്രശ്നം തീർന്നില്ലേ? മോഡി വയനാട്ടിലെ 750ഓളം കോടി രൂപ പിരിച്ചു വെച്ചു എന്ന് പറയുന്നല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. വയനാട് കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയാണ് ഇവർ രക്ഷപ്പെടുന്നത്. അവിടെയാണ് ഇവർ രക്ഷപ്പെടുന്നത്. കോൺഗ്രസ് അവരുടെ ഇഷ്ടപ്രകാരം പാർട്ടി പറഞ്ഞു അത് കൊടുത്തോ കൊടുത്തില്ലേ, അത് എവിടെയും രേഖകളില്ല.
കൊടുത്തുവെങ്കിൽ അതൊരു ധർമ്മം. പബ്ലിക് ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ അത് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് അത് ഒരു പൈസ കളക്ട് ചെയ്യേണ്ട, അതിൻ്റെ ഒരു കണക്ക് വേണം, സുതാര്യത വേണം. ഇപ്പോൾ VM സുധീരനാണ് ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുമായിരുന്നോ? ഇല്ല. എന്തേ 750, അതായത് ചാനൽ ചർച്ചകളിലൊക്കെ പല മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞത് 750 കോടി രൂപ പിരിച്ചു വച്ചിരിക്കുന്നു. 400-ന് താഴെയുള്ള കുടുംബങ്ങളാണ് അവിടെ അനാഥമായി ഇല്ലാതായി. ഇത് ഒരു പാർട്ടിക്കും, അതായത് ഒരു കുടുംബത്തിന് ഒരു 2 കോടി നിങ്ങൾ പിടിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, ഒരു പാർട്ടിക്കും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്ല, മറ്റുള്ള പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ പാർട്ടി തീരുമാനപ്രകാരം ഒരു വീട് കൊടുക്കുന്നു, അത് അവരുടെ നല്ല മനസ്സിൻ്റെ ഭാഗം. അത് ഏത് പാർട്ടിയായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് മൂന്നാമതൊരാളിൽ നിന്ന് പക്ഷേ ഈ സർക്കാരിൻ്റെ പണം പിരിച്ച് കയ്യിൽ വെക്കുന്നത് ശരിയല്ല. അത് ഔദ്യോഗികമായിട്ട് പിരിച്ച കാശ്. അതെ. അല്ല, ഇതിൽ അറിയണമെങ്കിൽ BJPക്ക് മുണ്ടാൻ പറ്റാത്തതിന് കാരണം അറിയാം. BJP അതിനേക്കാൾ വലിയ വെട്ടിക്കിടക്കുക. ഈ ബാബറി മസ്ജിദ് തകർത്ത ഉടനെ അയോധ്യ രാമക്ഷേത്രം പണിയാണെന്നുള്ളത് ലോകം മുഴുവൻ പിരിവ് നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത്. അതിൻ്റെ അശോക് സിംഗാൾ ആയിരുന്നു അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അയാൾ അവസാനം പിരിവിൻ്റെ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം തന്നെ 1000 കോടി രൂപ, ഞാൻ ഡോളറാണെന്ന് പറഞ്ഞാൽ രൂപയെന്നാണ്, 1000 കോടി രൂപ ഞങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് അന്ന് പറഞ്ഞത്. ആ 1000 കോടി രൂപ ഈ സമയം അടുത്ത കാലത്ത് പണിയുമ്പോഴത്തേക്ക് പലിശ ഉൾപ്പെടെ എത്ര കോടി ആയിരിക്കണം? വല്ല കണക്കുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ? ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാം? ഏത് ബാങ്കിലാണെന്നറിയാമോ? BJP പറയാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ നാളെ കുത്തിവെക്കൊണ്ട് വരും. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇവരെ പറഞ്ഞ് ഇപ്പോഴും പേടിപ്പിക്കുന്നതിൻ്റെ കാര്യം ഇതാ. ഇവരുടെ ഭാഗത്ത് ഇഷ്ടംപോലെ ഇത്ര ഏർപ്പാടുകളുണ്ട്. അപ്പോൾ ഇത് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്ന പാർട്ടികൾക്ക് ഇല്ലാത്തടത്തോളം കാലം, ഒരു പാർട്ടിക്കും ഇല്ലാത്തടത്തോളം കാലം, എടുത്തു പറയാം, ഒരു പാർട്ടിക്കും ഇല്ലാത്തടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതിന് തടയിടണമെങ്കിൽ, അതാ ഞാൻ പറഞ്ഞു, സുധീരൻ്റെ പേര് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ ആര് വന്നാൽ തടയിടാൻ പറ്റുമെന്ന് നമുക്കറിയാൻ മേല. ഇപ്പോൾ സതീശനാണോ രമേശ് ചെന്നിത്തലാണോ ഇവർക്ക് ആർക്ക് പറ്റുമെന്ന് അറിയാൻ മേല. പക്ഷെ മറിച്ച് ഈ പരിപാടിയും കൊണ്ട്, ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയും കൊണ്ട് പിണറായി വിജയൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ഓർത്തു, പിണറായി വിജയൻ ജനങ്ങളെ പറ്റിക്കാൻ, നേരായ മാർഗത്തിൽ വിശ്വസിപ്പിക്കാനല്ല, ജനങ്ങളെ കബളിപ്പിക്കാൻ എന്തോ സൂത്രപ്പണികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ അദ്ദേഹം വന്നു, 110 സീറ്റ് LDFന് ഉറപ്പാണ്, ഞങ്ങൾ ഭരിക്കും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും, അതായത് നമ്മൾക്ക് ഒരു കാര്യം വെച്ചിട്ട് അത് ഇന്ന നല്ല കാര്യം ചെയ്തത് കൊണ്ടാണ് നിങ്ങളിനി ഭരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് കാര്യം പറയാൻ പറ്റുമോ? അവർക്ക് എന്ത് കൊടുത്തു എന്ന് പറയാൻ? ഒന്നാം തരം പെയിൻ്റ് അടിച്ച്, സ്നോസോ ഒക്കെ നല്ല പെയിൻറ്റും ഒക്കെ അടിച്ച് നല്ല ഒന്നാം തരം ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, അധ്യാപനം പഠിപ്പിക്കുന്നില്ല, എന്നാ പ്രശ്നം? കെട്ടിടങ്ങളില്ലേ? കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് ആശുപത്രിയിൽ ആളുകൾ മരിക്കുന്നു. അതുകൊണ്ട് അതാരറിയുന്നേ? അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രചരണ രംഗത്തെ വീക്ക്നെസ് ഉണ്ട്. കോൺഗ്രസിന് പ്രചരണ രംഗത്ത് നല്ല പിടിപ്പുകേടുണ്ട് എന്ന് തോന്നുന്നു. അത് സംഘടനാ ദൗർബല്യം തന്നെയാണത്. സംഘടനാ ദൗർബല്യം തന്നെയാണത്. പക്ഷെ മറിച്ച് ഇന്ന് കോൺഗ്രസ് ഇതിനെയൊക്കെ മറികടന്ന് ഒരു സ്പിരിറ്റായിട്ട് മാറി. ഇപ്പോൾ പിണറായി വിജയൻ്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ ജനം. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സതീശൻ്റെയോ ഇവരുടെ ഒന്നും മുഖം കാണുന്നില്ല. രമേശ് ഞങ്ങളെ രക്ഷിക്കുമെന്നോ, സതീശൻ രക്ഷിക്കുമെന്നോ, സുധാകരൻ രക്ഷിക്കുമെന്നോ എന്നുള്ള വിചാരമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല. പക്ഷേ ഈ പിണറായി വിജയൻ പോകണം എന്നുള്ള ദൃഢനിശ്ചയമുണ്ട്. അതായത് കേരളത്തിൽ എണ്ണിയാൽ തീരാത്ത അത്ര CPMനും പിണറായി വിജയനുമെതിരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് കള്ളത്തരങ്ങളുണ്ട്, കൊള്ളകളുണ്ട്, ഇവിടുത്തെ മോഷണങ്ങളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, ലൈഫ് മിഷൻ, ലാവ്ലിൻ, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതുപോലെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ജനങ്ങൾ ഇത് സ്വയം മനസ്സിലാക്കി അവരെടുക്കുന്ന തീരുമാനം എന്നതിനപ്പുറത്തേക്ക് UDFൻ്റെ ഒരു സമരമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സമരമോ വലിയ രീതിയിൽ പിണറായി വിജയന് എതിരെ ഉണ്ടായിട്ടേയില്ല. അത് ഇനിയുള്ള 2-3 മാസങ്ങൾക്കിടയിലും വലിയ രീതിയിൽ നടത്താതിരുന്നാൽ പലരും പിണറായി വിജയനെ വിശ്വസിച്ചു എന്ന് വരും. അതുകൊണ്ട് തീർച്ചയായും UDF ഒരു സമരത്തിന് ഇനിയും അവസരങ്ങളുണ്ട്. UDFന് ഇനിയും ശബരിമല ഇപ്പോൾ ശബരിമല SITയും ഹൈക്കോടതിയും പറയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളൊന്നും അറിയുന്നില്ല. ഒരു സമരം ചെയ്ത് കാണിക്കാനും പറ്റുന്നില്ല. പറയാൻ ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം കൂടെയുണ്ട്. ശബരിമല വിഷയം എന്തുകൊണ്ട് BJPക്ക് മുതലെടുക്കാൻ വേണം? BJPക്കും കോൺഗ്രസിനോട്ട് മുതലെടുക്കാതെ. പക്ഷേ BJPക്ക് പറ്റാത്തതിൻ്റെ കാരണം ഒന്ന് പറയുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നത് മോഡിയാണ്, അമിത്ഷായും മോഡിയാണ്. എല്ലാ വയ്യാവലികളിൽ നിന്നും പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നത്, ഷെൽട്ടർ ഒരുക്കുന്നത് മോഡിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണും പൊട്ടി അറിയാം. എല്ലാ ജനങ്ങൾക്കും അറിയാം. പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരാൾ, അതായത് ശബരിമലയെ നശിപ്പിക്കാൻ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ നശിപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി, കൂട്ടുകൂടുന്ന ഒരാൾക്ക് വേണ്ടി, BJPക്ക് വേണ്ടി കേരളത്തിലെ ഹൈന്ദവർ വോട്ട് ചെയ്യുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് മാത്രം പിണറായി വിജയനായി സൗഹൃദമുള്ളതിൻ്റെ പേരിൽ മാത്രം സുകുമാരൻ നായരുടെ വില എവിടെ പോകും?
പിണറായി വിജയൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കും. അതെ, ഒരു പരിധിവരെ നമുക്കറിയാം പിണറായി വിജയന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ കൂടെ നടക്കുന്നതുകൊണ്ടാണ്. മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പൂർണ്ണമായും എതിരായി കഴിഞ്ഞു. മുസ്ലിം ക്രിസ്ത്യൻ പോപ്പുലേഷന് 46% വോട്ടായി. അതിൻ്റെ കൂടെ തുച്ഛമായ കോൺഗ്രസ് വോട്ടുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ പാട്ടും പഴയ അതാണ് ഈ കോൺഗ്രസിൻ്റെ 120 കണക്കഥ. ഈ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. രാഷ്ട്രീയ വിജയം അല്ലത്, അപ്പുറം നിൽക്കുന്നതിൻ്റെ വിജയം. ആ സമയത്ത് എങ്ങനെ 110 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ വേറെന്തോ. മലപ്പുറം ജില്ലയെ പച്ചക്ക് അപമാനിച്ച് മലപ്പുറത്ത് നിന്ന് വണ്ടി കയറി ചേർത്തലയിലെത്തുമ്പോഴേക്കും മുഖ്യമന്ത്രി എവിടെ എത്തി? മാലയിടുകയാണ് വെള്ളാപ്പള്ളി. അല്ല, മലപ്പുറം ഉൾപ്പെടെ 5 ജില്ലകൾ പൂർണ്ണ 100% വിജയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നതല്ല, കിട്ടിയിരിക്കുന്നത്. അവിടെ ആ മലപ്പുറത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യം. പഞ്ചായത്തൊക്കെ പൂർണ്ണമായും UDF ഭരിക്കണം. അവിടെയെങ്കിലും പഠിക്കണം. ഇവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജില്ല ഉണ്ടാക്കി കൊടുത്താലും സംസ്ഥാനം ഉണ്ടാക്കി കൊടുത്താലും IRDP ഉണ്ടാക്കി കൊടുത്താലും മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്ത EMS അല്ലേ? അല്ല, മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്ത EMS അല്ലേ? ആ 100 ഇപ്പോൾ ഉണ്ടോ കൂടെ? എന്തേ ഇല്ലാതെ? കളിപ്പിച്ച് ജനങ്ങളെ എന്തെങ്കിലും കൊടുത്ത് കളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ജന കളിപ്പിരി തിരിച്ചറിയും, ആട്ട് തുപ്പുകയും ചെയ്യും. ഇപ്പം മലപ്പുറത്തെ ജനങ്ങൾ പിണറായി വിജയൻ്റെ മുഖത്ത് ആഞ്ഞ് തുപ്പുകയാണ്. അങ്ങനെ ഈ സമുദായങ്ങളെല്ലാം തങ്ങൾക്കെതിരായി എന്ന് എല്ലാ ഭാഗത്തു നിന്നും ഉറപ്പാകുമ്പോൾ ഇപ്പോൾ കത്തോലിക്ക വിഭാഗം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ, എല്ലാ തരത്തിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങളും ദീപിക പത്രമൊക്കെ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ എഴുതുകയാണ്. അതുപോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഒക്കെ എതിരായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ശബരിമലയുടെ പേരിൽ തന്നെ വലിയൊരു വിഭാഗം എതിരായി നിൽക്കുന്നു. അപ്പോഴും വന്ന് 110 ഞങ്ങളുടെ സീറ്റ് എന്ന് പറയാൻ. അത് നമ്മളോടല്ല പറഞ്ഞത്, ജനങ്ങളോടല്ല പറഞ്ഞത്. അത് ശിവൻകുട്ടിയോടും കടകംപള്ളിയോടും TP രാമകൃഷ്ണനോടും MV ഗോവിന്ദനോടും ഇവരുടെ ഒരു ആത്മവിശ്വാസം വീണ ജോർജിനോടൊക്കെ പറഞ്ഞാണ് അവർ കൈ മേടിച്ചിട്ടുണ്ടാവും. അതെ, പാട്ടും പാടി ഡാൻസും കളിച്ചു. പാട്ടും പാടി ഡാൻസ് ഇനി ഒരു തിരുവാതിരം കൂടെ നടത്തി അവസാനിപ്പിക്കാം. PP ദിവ്യയുടെയും ശ്രീമതി ടീച്ചറിൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും ചിന്താചോറവും ഒക്കെ കൂടെ ചേർന്ന് തിരുവനന്തപുരത്തൊരു കാരണഭൂതനെ പ്രവർത്തിക്കൊണ്ട് പഠിച്ചാലും പഠിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം കാസർഗോട്ട് ഒരു CPM നേതാവിനെതിരെ ലൈംഗികാരോപണം. അതിനും പാർട്ടിയുടെ സമിതിയാണ് അന്വേഷിക്കുന്നത്. അല്ല, അങ്ങനെ വന്ന് രണ്ട് കാര്യം. അതിലൊരു അപകടം കൂടിയുണ്ട്. ജനങ്ങൾക്ക് പൊതുവിൽ മൊത്തത്തിൽ ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാതാകുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഫലം പിന്നെ അനാർക്കിയാണ്. അല്ല, തീവ്രവാദികൾ, മതമോ രാഷ്ട്രീയമായ തീവ്രവാദികൾ മുതലെടുക്കുകയാണ്. അത്തരം ഒരു അപകടത്തിലേക്ക് കേരളം പോകാതിരിക്കണമെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു ജനാധിപത്യ കാഴ്ചപ്പാടുള്ള UDF ഗവൺമെൻറ് തന്നെ വന്നേ പറ്റൂ. അല്ല, അത് അങ്ങനെ ഒരു ചിന്ത സാധാരണ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതായത് ഇപ്പോൾ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ബംഗാളിൽ വലിയ കുത്തക മുതലാളിമാർ വന്ന് അവരെ ഓടിച്ച്, അതുപോലെ തന്നെ മറ്റൊരു തരത്തിലായി അവസാന കാലഘട്ടത്ത് CPM എങ്ങനെയാണ് പ്രതിരോധത്തിലാകുന്നത് നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കണ്ടതുപോലെ അതിൻ്റെ സമാനമായി മാറിയിരിക്കുന്നു കേരളം. ഇത് ഈ പാഴ്സികളുടെ ഇടയിൽ ശവസംസ്കാരത്തിൻ്റെ ആചാരം എന്നാണെന്നറിയാമോ? ഗൃഹനാഥൻ മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ വരെ ഭരിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ട് കഴുകൻ വന്ന് കൊത്തി തിന്നുകൊണ്ട് പോവാണ്. അവരുടെ ആചാരം അത്. ശവം നമ്മുടെ കത്തിച്ച് കളയുന്നതിന് പകരം കഴുകൻ കൊത്തി തിന്നുകൊണ്ട് പോവുക. അതുപോലെ കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് ചെയ്യാനുള്ള കർമ്മം ഒന്നേ ഉള്ളൂ. ആരെ അവിടെ എത്തിക്കണം, പർവ്വതത്തിന് മുകളിൽ എത്തിക്കണം, ആരെ കഴുകൻ കൊത്തിക്കൊണ്ട്. അപ്പോഴാണ് VD സതീശൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മ വരുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കലും കോൺഗ്രസ്സുകാരോ UDFകാരോ വെറുപ്പിക്കാൻ പാടില്ല. കാരണം അവരുടെ വോട്ടുകളാണ് ഇത്തവണ UDFന് ലഭിക്കാൻ പോകുന്നതും അവരായിരിക്കും ഇത്തവണ ഭരണം UDFന് ഏൽപ്പിക്കുന്നതും. കാരണം ഇനിയൊരിക്കൽ കൂടി പിണറായി വിജയനും ഇപ്പോഴത്തെ ആ ഉപജാപക സംഘങ്ങളും ചേർന്ന് കേരളം ഭരിച്ചാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ആകെ മാറിയിരിക്കുന്നു. CPMൻ്റെ ആശയങ്ങൾ മാറിയിരിക്കുന്നു. CPMൻ്റെ വഴികളെല്ലാം നാനാ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ CPM എന്ന് പറയുന്നൊരു പാർട്ടി തന്നെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ 100% അവർക്ക് ഭരണം നഷ്ടപ്പെടണം എന്നുള്ളതാണ് അവരുടെ അണികൾ തന്നെ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. അല്ല, അത് ഉമേഷ് ബാബു വ്യക്തമായിട്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാനുള്ള അവസാനത്തെ അവസരം പിണറായി വിജയൻ നയിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഭരണകൂടത്തെയും വോട്ട് ചെയ്ത് പുറത്താക്കുക എന്നുള്ളതാണ്.
അതെ. ഇപ്പോൾ ഒന്നും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നാ ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ടി പിയിൽ വന്ന് തെളിയിച്ചില്ലേ. 2 ടേമായിട്ട് അവിടെ ജയിച്ച് നിൽക്കല്ലേ വടകര, എന്നാ ചെയ്യാൻ പറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി തന്നെ ദൗർബല്യമായി, എല്ലാം വന്ന് ഇല്ലാതെ കാണാൻ. നാളെ ബംഗാളിലേക്കാളും ഇന്ന് ബംഗാളിൽ ഇത് പറയുമ്പോൾ ഓർക്കേണ്ടത്, ഇന്ന് ഭയങ്കര റാലി നടന്നു, കണ്ടായിരുന്നോ? കൽക്കട്ടയിൽ ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും വലിയ റാലി മമതയുടെ റാലി. അതെങ്ങനെ മമതയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നത് അവിടെ? ഇവൻ അവസാന കാലമാറി ഇലക്ഷനാണ് ഗവർണറുടെ ആനന്ദബോസിൻ്റെ ഒരു വാചകം കൂടെ കേട്ടിട്ട് നിർത്തണം. ആനന്ദബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ മുഖം, ഗവർണർമാർ പുറകിൽ നിൽക്കുകയാകാവുള്ളൂ. ഇന്ന് ആനന്ദബോസ് പരസ്യമായിട്ട് കാര്യം മനസ്സിലായി. ഇവിടെ മുഖ്യമന്ത്രിയെ മുഖമായിട്ട് നിർത്താൻ കേരളം ഇഷ്ടപ്പെടുവോ ഇല്ലയോ? ഏതായാലും പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന 110 സീറ്റ് എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ഈ പരാജയപ്പെട്ടപ്പോൾ ഓടുന്നതിൻ്റെ ഒരു വേഗതയായിരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും 110 സീറ്റുകൾ നേടി അധികാരത്തിലെത്തും എന്നുള്ളത് പിണറായി വിജയൻ കേരളത്തെ നോക്കി പരിഹസിച്ചതാണോ എന്നുള്ളതാണ് സംശയം.